നമുക്കെന്നൊരു മെട്രോ യാത്ര പോയാലോ? ഹൈദരാബാദ് മെട്രോ ആണ്. ഹൈദരാബാദ് മെട്രോ സ്റ്റേഷനിലോട്ടുള്ള എൻട്രി ആണ് ഈ കാണുന്നത്. ഇതെല്ലാം മെയിൻ എൻട്രി. ഞാൻ കണ്ണൂർ എൻട്രി വഴി കയറുന്നു എന്നുള്ളൂ. എൻട്രി ടു പരേഡ് ഗ്രൗണ്ട് സ്റ്റേഷൻ. ഹൈദരാബാദ് മെട്രോയിലാണ് ഇന്നത്തെ യാത്ര. മുകളിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം പറയാം. ഇതിന് ടിക്കറ്റ് മേടിക്കൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആപ്പ് വഴിയാണ്. അവരെ കൗണ്ടറുണ്ട്. കൗണ്ടറിൽ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇതാണ് കൗണ്ടർ. കൗണ്ടറിൽ ഒരു ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ആപ്പ് വഴിയാണ്. അപ്പോൾ നമ്മൾ ആപ്പ് വഴി ടിക്കറ്റ് എടുത്തു. ഇനി നേരെ സെക്യൂരിറ്റി ചെക്ക് പാസ് ചെയ്ത് മുകളിലോട്ട് കയറാം. കുറേ സാധനങ്ങൾ അണ്ണലോടെ ഉണ്ട്. നമുക്ക് അതിൽ വരും. ഇനി മുകളിൽ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഇപ്പോൾ ടിക്കറ്റ് നമ്മളിവിടെ സ്കാൻ ചെയ്യണം. ടിക്കറ്റ് സ്കാൻ ചെയ്യണം. വാതിൽ തുറക്കും. വാതിൽ തുറന്നാൽ കാത്തോട്ട് കിടക്കുക. എന്നോട് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് പോകുന്നതാണ്. ഇവിടെ കാണാൻ പ്ലാറ്റ്ഫോം നമ്പർ 1. ഈ പ്ലാറ്റ്ഫോം 1ലേക്ക് പോകാം. ആദ്യമായിട്ടാണ് ഹൈദരാബാദ് മെട്രോയുടെ യാത്ര ചെയ്യുന്നത്. അത് എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ദ വീഡിയോ. പ്ലാറ്റ്ഫോം 7 നിങ്ങൾ നമ്മൾ ഹൈദരാബാദ് മെട്രോയിലാണ് ഇപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഒരു ലേഡീസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്കിംഗ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം കയറാൻ ആളുണ്ട്. ഞാൻ വിചാരിച്ച പോലെ കാര്യമൊന്നുമല്ല. അത്യാവശ്യം ആൾ കയറാനുണ്ട്. ഏകദേശം 11 മണിയായി. 10:59. 2 മിനിറ്റിൽ നമുക്കുള്ള ട്രെയിൻ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറച്ച് പുറകിലായിട്ട് കയറാം. കാര്യം ആൾക്കാരൊക്കെ ഫ്രണ്ടിലായതുകൊണ്ട് നമുക്കൊരു അല്പം ബാക്കിൽ പോയി നിൽക്കാം. ട്രെയിൻ ഓൾറെഡി കടന്നു വരുന്നത് കാണാം. ഇത് ലാസ്റ്റ് ട്യൂബ്രോ LNT ആണ് ഈ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതല്ല, എന്താ പറയുന്നത്, സർക്കാർ നേരിട്ടല്ല, PPP ആണ്. അത്യാവശ്യം തിരക്കുണ്ട് ട്രെയിനിൽ. സ്റ്റാൻഡിങ് ആണ്. നമുക്ക് കയറാൻ എന്തായാലും. ആകെ 3 കോച്ചുള്ള മെട്രോ ആണ്. നല്ല തിരക്കുണ്ട്. Please stand away from the doors. ഇതിപ്പോൾ ഞാൻ യാത്ര കളിക്കുന്ന ബ്ലൂ ലൈൻ മെട്രോയിലാണ്. నిన్న వచ్చిన మిస్ అయిందనా? నా నెంబర్ కార్డు అయిపోయింది. నెక్స్ట్ నాదే ఉంది. అయితే 60 పోస్టులకు మనకు 10% ఆరు వచ్చింది రిజర్వేషన్. అయితే 5 ఇచ్చిండ్రు. ఒకటి ఇంటర్చేంజ్ మీకు కూడా ఆడుకోవచ్చు. నేనున్నా అమెజాన్ పోయినా ఏం కాకుండా అందరిని మేనేజ్ చేస్తున్నాను. Next station, Tharani Maduranga. Doors will open on the left. ഇത് ഹുണ്ടായി റോട്ടം പണിത കോച്ചിലാണ്. നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞാൽ നല്ല ഡിസൈനാണിത്. ഇതൊരു മൂവിങ് മാപ്പൊക്കെ ഉണ്ട്. മൂവിങ് മാപ്പ് പല ഭാഷയിൽ കാണിക്കുന്നത് മൂവിങ് മാപ്പാണ്. മൂവിങ് മാപ്പിൽ സ്റ്റേഷനുകൾ മാറുന്നതനുസരിച്ച് അപ്ഡേറ്റും വരുന്നുണ്ട്. Next station, SBI High-Tech City. Doors will open on the left. Tarvati station, SBI High-Tech City. తలుపులు ఎడమ వైపున తెరుచుకుంటాయి. अगला स्टेशन SBI High-Tech City. दरवाजे बाईं तरफ खुलेंगे.
അങ്ങനെ എൻ്റെ ഡെസ്റ്റിനേഷനായ SBIയിൽ ഞാനെത്തി. SBI ഹൈടെക് സിറ്റിയിൽ ഞാനെത്തി. ഇവിടെ എല്ലാ സ്റ്റേഷനുകൾക്കും ഒരു പരസ്യം ചെയ്തിട്ടുള്ളതുകൊണ്ട് മനുഷ്യനെ വല്ലാണ്ട് കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ വിട്ടിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന ട്രെയിൻ പുറപ്പെടുകയായി. വളരെ പെട്ടെന്നാണ് ഇവിടെ എത്തിയത്. സത്യം പറഞ്ഞാൽ കഷ്ടിച്ചൊരു അരമണിക്കൂറിൻ്റെ ദൂരം എടുത്തുള്ളൂ എനിക്ക് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് ഇവിടെ എത്താൻ. ഇന്നലെ ഞാൻ ബസ്സിന് പോയപ്പോൾ ഏകദേശം 1 മണിക്കൂറിനടുത്ത് എത്തായിരുന്നു അവിടെ എത്താൻ. കുറച്ചും ഇത് വളരെ ക്വിക്കാണ്. ഇതാണ് ഹൈടെക് സിറ്റി സ്റ്റേഷൻ. അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ്. കുറേ ഫുഡ് സ്റ്റോൾസും അതൊക്കെ ഉണ്ട്. നമ്മൾ അകത്തോട്ട് കയറി അതേ പ്രൊസീജിയറാണ് ഇറങ്ങാനും. നമ്മൾ സെക്യൂരിറ്റി സ്കാൻ വേണ്ട, ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് ഇറങ്ങിപ്പോകാം. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് കയ്യിലുണ്ട്. ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങിപ്പോകാം. ടിക്കറ്റ് സ്കാൻ ചെയ്യുന്ന ഡോറ് തുറക്കും. എന്നിട്ട് പുറത്തോട്ടിറങ്ങാം. ഇവിടെ ടിക്കറ്റ് കൗണ്ടേഴ്സിന് ടിക്കറ്റ് വെൻഡിങ് മെഷീനൊക്കെ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറുണ്ട്, ടിക്കറ്റ് വെൻഡിങ് മെഷീൻ ഉണ്ട്. ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്, ദവാ ദിവസത്തിൻ്റെ. കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. നമുക്കിവിടുന്ന് പുറത്തോട്ടിറങ്ങാം. എനിക്ക് ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ എല്ലാം പിടിച്ച് എനിക്ക് എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൈദരാബാദ് മെട്രോൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കെന്നാൽ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.